എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വളരെ ചിരിയാണ് വരുന്നത്. കാരണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഇലക്ഷനിൽ നിന്നാൽ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് എൻ്റെ അടുത്ത് ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഈ ഇലക്ഷനിൽ നിന്നാൽ ഞാൻ എന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിലെവിടെയാണ് ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഓക്കെ, ഇലക്ഷൻ വന്ന് ഞാൻ തോറ്റു. പക്ഷെ എനിക്ക് അന്നും ഇന്നും എന്നും ഒന്നേ പറയാനുള്ളൂ, ഫ്രഞ്ച് റവല്യൂഷൻ അതൊരു കിടിലൻ സാധനമായിരുന്നു. അല്ല, എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന് ഞാൻ വിജയിക്കുമെന്ന്? ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ? ഏതെങ്കിലും ഒരു മാധ്യമത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഇലക്ഷനിൽ നിന്നാൽ ഞാൻ വിജയിക്കുമെന്ന്? ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തുള്ള ചില മാധ്യമങ്ങളും ചില ഇപ്പോഴത്തുള്ള മൈക്രോ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും അതേ കണക്കുള്ള ചെറിയ ചെറിയ ടീം അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയുന്നത്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ വിജയിക്കുമെന്ന്. ഇനിയിപ്പോൾ ഞാൻ വിജയിക്കണമെന്ന് പറയാൻ നീ എൻ്റെ തന്തയാണോ? അല്ല, ഞാൻ നിൻ്റെ തന്തയാണോ? അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഒറ്റ തന്തയാണോ? അല്ലെങ്കിൽ നമ്മളെല്ലാം തന്തയില്ലാത്തവന്മാരാണോ? അല്ല, എനിക്ക് ഈ ഇലക്ഷന് ഒക്കെ റിസൾട്ട് ഒന്നും ഞാൻ തോറ്റു, ശരി. ഞാൻ അന്നും പറഞ്ഞു ഞാൻ തോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അന്നും പറഞ്ഞു തോക്കും. എനിക്ക് ഒറ്റ കാര്യം പറയത്തുള്ളൂ, സ്വേച്ഛാധിപത്യ രാജ്യക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ 1789 ഫ്രാൻസിൽ നിലനിന്ന ഒരു സംസ്കാരമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. നൂറ്റാണ്ടുകളായി ഫ്രാൻസിൽ നിലനിന്നിരുന്ന സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത്രയും.